أعوذ بالله من الشيطان الرجيم وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله على كل حال ونعوذ بالله من حال أهل النار. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന് എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് എല്ലായ്പ്പോഴും റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഒരുക്കി കൊടുത്ത് എന്നുള്ളത്. നന്മയുടെ മാസങ്ങളായി റമദാൻ മാസവും അതേപോലെ തന്നെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആ ഒരു മാസത്തിൽ മാത്രമല്ല ഇബാദത്തുള്ളത്, മറ്റെല്ലാ മാസങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന ഇബാദത്തുകൾ എല്ലായ്പ്പോഴും വിശ്വാസിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നമുക്കറിയാം, ദുൽഹിജ്ജ മാസം അതിൻ്റെ അവസാനത്തിലാണുള്ളത്. ഹിജ്റ വർഷം 1447, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തീരുകയാണ്. പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസിക്ക് അവൻ്റെ ഓരോ സമയവും അത്രയേറെ വിലപ്പെട്ടതാണ്. അതിലൊരു സെക്കൻഡ് പോലും അവന് കളയാനുള്ളതല്ല. ഓരോ രാത്രിയും പകലും ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു അവസരത്തിൽ പോലും അവൻ എന്ത് നേടി എന്നോരോ വിശ്വാസിയും ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വജഅൽനൽ ലൈല വന്നഹാറ ആയതൈൻ, രാത്രിയും പകലിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമാക്കി തന്നു. ഫമഹൗന ആയത്തൽ ലൈലി വജഅൽന ആയത്തൻ നഹാരി മുബ്സിറ, രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുട്ടാക്കി അല്ലെങ്കിൽ മങ്ങിയതാക്കി. വജഅൽന ആയത്തൻ നഹാരി മുബ്സിറ, പകലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുന്നതുമാക്കി. എന്തിനു വേണ്ടിയാണ്? ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹത്തെ നിങ്ങൾ തേടാൻ വേണ്ടി. വലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും നിങ്ങൾ നോക്കാൻ വേണ്ടി. വകുല്ല ശൈഇൻ ഫസ്സൽനാഹു തഫ്സീല, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാവും പകലും അങ്ങനെ പോകുന്നതിനപ്പുറം അവൻ ചിന്തിക്കേണ്ടത് ഈ ദിവസങ്ങളിൽ, ഈ രാത്രി, ഈ പകൽ ഞാൻ എന്ത് ചെയ്തു എന്നോരോ വിശ്വാസം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഒരു ആയുസ് നൽകിയിട്ടുണ്ട്. ആ ആയുസിൻ്റെ ഉള്ളിൽ അവൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കണം. നമുക്കറിയില്ല നമ്മുടെ ആയുസ് എപ്പോഴാണ് തീരുന്നത് എന്നുള്ളത്. ഒരു ദിവസം കഴിയുമ്പോൾ, ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആയുസ്സിൽ നിന്ന് ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വളരെ ദുർബലനായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, ആ ബലഹീനതയിൽ, ദൗർബല്യത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖുവ്വത്ത് നൽകി, ശക്തി നൽകി, യുവത്വം ഉണ്ടായി. അതിനുശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് അവൻ പോവുകയാണ്. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ, ബലഹീനതയും അതേപോലെ തന്നെ ഷെയ്ബ, നിരയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിക്ക് നൽകി. യഖ്ലുഖു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. അപ്പം എല്ലായ്പ്പോഴും ഒരു മനുഷ്യൻ ഒരേ അവസ്ഥയിലായിരിക്കുകയില്ല ഉണ്ടാവുക. ഉള്ള അവസരങ്ങൾ അവൻ എന്ത് ചെയ്തു എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കുക. നമ്മളൊക്കെ, ഒരു മനുഷ്യനും ഒരു വിശ്വാസിയും ആഗ്രഹിക്കുന്നില്ല വാർദ്ധക്യകാലം എത്തണമെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, ആ രോഗബാധിതനായി കിടക്കുന്ന ഒരാളും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജീവിത ആയുസ്സുണ്ട് എങ്കിൽ ഒരു പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും.
അതെത്തുന്നതിന് മുമ്പ് റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ പരിശോധിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് അസറിന് ശേഷം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ ആയുസ് ഒരു പകലിൽ ഇനി അസർ മുതൽ മഗ്രിബ് വരെ എത്ര സമയമുണ്ടോ അത്ര മാത്രമേ നിങ്ങൾ ആയുസ്സിൽ ബാക്കിയുള്ളൂ എന്നുള്ളത്. ഫജർ മുതൽ അസർ വരെയുള്ള സമയം അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അസർ മുതൽ മഗ്രിബ് വരെ എത്രയുണ്ടോ അത്ര മാത്രമാണ് നിങ്ങളുടെ ആയുസ്സിൽ ബാക്കിയുള്ളത്. പലരും 30, 40, 50 കഴിഞ്ഞവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്ത് അവരുടെ പ്രായം എന്നുള്ളത് 60-ൻ്റെയും 70-ൻ്റെയും ഇടക്കാണ്. അത് കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്, പക്ഷേ അത് വളരെ കുറവാണ്. മനുഷ്യർ ആഗ്രഹിക്കുന്നത് കുറേ കാലം ജീവിക്കണം, കുറേ സമ്പാദിക്കണം എന്നുള്ളത്. യഹൂദരെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ. ദുനിയാവിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആളുകളായിരുന്നു യഹൂദർ. വമിനല്ലദീന അശ്റകു, അവിശ്വാസികളെക്കാൾ മുശ്രിക്കീങ്ങളെക്കാൾ അവർ ദുനിയാവിനോട് ഇഷ്ടപ്പെട്ടിരുന്നു. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസന, 1000 വർഷം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. റബ്ബ് പറയുന്നത് എത്ര വർഷം അവർക്ക് കൊടുത്താലും ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിക്കുകയില്ല എന്നുള്ളത്. വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അയ്യുഅമ്മർ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ആയുസ് അതിനൊരു സ്റ്റോപ്പ് ഉണ്ട്, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതെത്തുന്നതിന് മുമ്പ് എന്തൊക്കെ ഈ ദീനിനു വേണ്ടി നമ്മൾ ചെയ്തു എന്ന് നമ്മൾ പരിശോധിക്കുക. എല്ലാവരും മരിക്കേണ്ടതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണപ്പെടുന്നതാണ്. സുമ്മ ഇലൈനാ തുർജിഊൻ, മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഞങ്ങളിലേക്കാണ്, എന്നിലേക്കാണ് അവർ മടങ്ങുന്നത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ദിനേന അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, 2 ആഴ്ചയിലൊരിക്കൽ പല ആളുകളെയും മരണപ്പെട്ടവരെ നമ്മൾ ഖബറടക്കുന്നുണ്ട്. ദിനേന ചെയ്യുന്ന ആളുകളുണ്ട്. എത്ര പ്രതിഫലമാണ് അവർ വാങ്ങിക്കൂട്ടുന്നത്. ഖബറടക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ കാണാം, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖബൂർ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും അൻതും സലഫുനാ വനഹ്നു ബിൽ അസർ. അള്ളാഹു ഞങ്ങൾക്കും നിങ്ങൾക്കും പുറത്തു തരട്ടെ. നിങ്ങൾ മരണപ്പെട്ടു പോയി, നമ്മൾ ക്യൂയിലാണ്. എപ്പോഴാണ് നമ്മുടെ മരണം വന്നെത്തുക എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ 1 വർഷവും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ ആയുസ് നൽകിയിട്ടുണ്ട് എങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മരിക്കുന്ന വേളയിൽ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തുൽ മുനാഫിഖൂനിലെ 10-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. വഅൻഫിഖൂ മിമ്മാ റസഖനാകും, റബ്ബ് തന്നതിൽ നിന്ന് ജീവിക്കുന്ന കാലത്ത് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക. പിന്നെ മരണത്തിന്റെ സമയത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹു ഒരു നിമിഷം ഒന്ന് നീട്ടി തന്നിരുന്നുവെങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സദഖ ചെയ്തു കൊള്ളാം, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളുകൊള്ളാം എന്ന് പറഞ്ഞ റബ്ബ് അവിടെ ഒരു സെക്കൻഡ് പോലും അധികം തരികയില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് എന്താണോ ഉള്ളത് അത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയ ആയുസ് നമ്മൾ ഉപയോഗപ്പെടുത്തുക, നന്മയിൽ നമ്മൾ വർദ്ധിപ്പിക്കുക, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് മരണം എത്തുക എന്നറിയില്ല. 2 ദിവസം മുമ്പ് ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടൊരു വാർത്തയായിരിക്കാം. 17 പ്രായമുള്ള +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ദഅവാ രംഗത്ത് സജീവമായിരുന്ന ഒരു വിദ്യാർത്ഥി, ഒരു ദിവസം ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ചെറിയ തലവേദന. ഹോസ്പിറ്റലിൽ കാണിച്ചു, തലയിൽ ബ്ലീഡിംഗ് ആണ്. പിറ്റേ ദിവസം അവൻ മരണപ്പെടുകയാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ നടന്നിരുന്ന 17 വയസ്സുകാരൻ പെട്ടെന്ന് ഒരു തലവേദന വന്ന് സർജറി ചെയ്ത് പിന്നീട് അവൻ മരണപ്പെടുകയാണ്. ആയിരങ്ങളാണ് അവൻ്റെ ജനാസ നമസ്കരിക്കാനുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? ഈ ദഅവാ മേഖലയിൽ, പ്രബോധന മേഖലയിൽ അവൻ അത്രത്തോളം സജീവമായതുകൊണ്ടാണ്. ഇന്നും ഇന്നലെയൊക്കെ അവൻ്റെ കൂട്ടുകാരുടെ കുറിപ്പുകൾ കണ്ടിട്ടുണ്ട്. ഏതൊരു വിഷയത്തിനും ഖുർആൻ ക്ലാസ്സിന് വിളിച്ചാൽ മറ്റുള്ള ആളുകളെ വിളിക്കാൻ എല്ലാത്തിനും അവൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു അവസരമാണ് നമ്മളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ക്ലാസ്സുകൾ നടക്കും, ഖുർആൻ പഠിക്കാൻ അവസരങ്ങളുണ്ട്. ഓൺലൈനിലൂടെ തന്നെ എത്രയാണ് അവസരങ്ങളുള്ളത്. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യർ രണ്ട് കാര്യത്തിൽ അശ്രദ്ധരാണ്. ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യർ, ധാരാളം ആളുകൾ, മഗ്ബൂനുൻ ഫീഹിമാ വഞ്ചിതരാണ്, അസ്സിഹ്ഹത്ത് വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവും അവന് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിക്കുക, എത്ര സമയമാണ് നമുക്കുള്ളത്? നമ്മുടെ മുൻഗാമികൾ സഹാബാക്കളുടെ കാലം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കുള്ള അതേ 24 മണിക്കൂർ തന്നെയായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് അവർക്ക് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല യാത്ര ചെയ്യാൻ. 1000 കിലോമീറ്ററുകളോളം ദീനിനു വേണ്ടി അവർ യാത്ര ചെയ്തിരുന്നു. എന്നിട്ടും അവരുടെ സമയത്തിൽ അവർക്ക് ബർക്കത്തുണ്ടായിരുന്നു. ധാരാളം ദീനിനു വേണ്ടി അവർ സമയം ചെലവഴിച്ചിരുന്നു. ഇന്ന് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 2-3 മണിക്കൂർ നമുക്ക് മതി. എന്നിട്ടും എന്തുകൊണ്ട് സമയമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ ഓർക്കുക, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. നമ്മൾ വഞ്ചിതരായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ദീനിന് മുൻഗണന കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. എന്തുണ്ടെങ്കിലും റബ്ബിന്റെ വിധിക്ക്, റബ്ബിന്റെ കൽപ്പനക്ക് മുൻഗണന നൽകിയാൽ എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇബ്നു ഉമർ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, ഈ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക. ഔ ആബിരി സബീലിൻ, ഒരു യാത്രക്കാരനെ പോലെ. ഒരു യാത്രക്കാരൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി അവൻ നിൽക്കുകയില്ല. അവിടെ ഇറങ്ങും, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ യാത്ര തുടരും. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഈ ദുനിയാവിൽ സ്ഥിരമായി ജീവിക്കുന്ന ഒരാളുമില്ല. അതുകൊണ്ട് യാത്രക്കാരനെ പോലെ ആയിരിക്കണം നമ്മൾ. വഉദ്ദ നഫ്സക ഫീ അഹ്ലിൽ ഖുബൂർ, ഖബറാളികളുടെ കൂട്ടത്തിൽ നീയാണ്. കാരണം എപ്പോഴാണ് മരണപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ അസ്ബഹ്ത ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ, രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തിന് വേണ്ടി നീ കാത്തു നിൽക്കരുത്. അതേപോലെ വൈകുന്നേരമായിക്കാൻ രാവിലേക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. വഖുദ് മിൻ സിഹ്ഹതിക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യാവസ്ഥ നീ ഉപയോഗപ്പെടുത്തുക. വമിൻ ഹയാതിക ഖബ്ല മൗതിക, മരണപ്പെടുന്നതിന് മുമ്പ് നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തുക. ഫൈന്നക ലാ തദ്രി യാ അബ്ദല്ലാ മാ ഇസ്മുക ഗദൻ, നിനക്കറിയില്ല നാളെ നിന്റെ പേരെന്താണ് എന്നുള്ളത്. ഇന്നൊരു പേരായിരിക്കാം, നാളെ എല്ലാ മനുഷ്യരുടെയും പേര് മയ്യത്താണ്, ജനാസയാണ്. എപ്പോഴാണ് മയ്യത്തെടുക്കുന്നത്, ജനാസ കുളിപ്പിക്കുന്നത് എപ്പോഴാണ്? മരണപ്പെടുന്നത് കൂടി നമ്മുടെ പേര് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, വിചാരണ നടത്തുക. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം നഫ്സിനെ വിചാരണം ചെയ്തിട്ട് മരണത്തിന് വേണ്ടി അവൻ പണിയെടുക്കുന്ന ആളുകളാണ്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവൻ സ്വയം വിചാരണ ചെയ്യും, എന്നിട്ട് അവൻ മരണത്തിന് ശേഷം വേണ്ട കർമ്മങ്ങൾക്ക് വേണ്ടി അവൻ പണിയെടുക്കും ഇവിടെ എന്നുള്ളത്. വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്, എന്നാൽ നഷ്ടപ്പെട്ടവൻ എന്ന് പറയുന്നത് അവൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് പിന്നെ റബ്ബ് പുറത്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, മരണത്തിന് വേണ്ടി എന്താണോ നമുക്ക് ബാക്കിയാകുക അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, സ്വന്തം നഫ്സിനെ നിങ്ങൾ വിചാരണ ചെയ്യുക. ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തം നഫ്സ് നിങ്ങൾ വിചാരണ ചെയ്യുക എന്നാണ്. നമ്മൾ മരണത്തിന് ശേഷം നമുക്ക് എന്താണോ ബാക്കിയാവുക അതിനു വേണ്ടി പ്രവർത്തിക്കുക. പള്ളിക്ക് ഒരു മുസല്ല സ്പോൺസർ ചെയ്താൽ, നാളെ നമ്മൾ മരണപ്പെട്ടാൽ അതിൻ്റെ അടുത്ത് സാരൊക്കെ വന്ന് ഇവിടെ നിസ്കരിക്കുന്നു, അതിൻ്റെ ഒക്കെ പ്രതിഫലം നമ്മുടെ ബാങ്കിൽ ഖബറിലേക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട്. എത്ര പ്രതിഫലമാണ് ലഭിക്കുന്നത്? അങ്ങനെ മരണത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നന്മകൾ ഇരട്ടിയായി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു അവസരമാണ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, എന്ത് ചെയ്തു ജീവിതത്തിൽ, നന്മകൾ എന്ത് ഞാൻ ചെയ്തു, സമൂഹത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, സ്വന്തം നഫ്സിന് വേണ്ടി, നാളേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദഅവത്ത് എന്നുള്ളത്. നമ്മളിവിടെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുക, നമ്മുടെ സൗഹൃദ ബന്ധത്തിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ മാത്രം പഠിച്ചു പോയപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ എന്ത് ചെയ്യുക, നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
അതേപോലെ നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ കുടുംബക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, ഭാര്യയ്ക്ക്, മക്കൾക്ക്. നമ്മൾ മാത്രം നന്നായാൽ പോലും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹൂരിൻ നിഅം. നീ കാരണം ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയാൽ, അതായത് ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്ത് അവൻ ഈ മാർഗത്തിലേക്ക് വന്നാൽ, ഖൈറുൻ ലക മിൻ ഹൂരിൻ നിഅം, ഒരു ചുവന്ന ഒട്ടകത്തേക്കാൾ ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒട്ടകമായിരുന്നു ചുവന്ന ഒട്ടകം എന്നുള്ളത്. അതിനേക്കാൾ ഖൈറാണ് ഒരു മനുഷ്യന് ദീൻ എത്തിച്ചു കൊടുത്ത് അവനത് ചെയ്താൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദുനിയാവിനും ആഖിറത്തിനും ആളുകളുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, ആഖിറത്തിന്റെ ആളുകളായി, ആഖിറത്തിന്റെ മക്കളായി നിങ്ങൾ മാറണം. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയ, ദുനിയാവിന്റെ ആളുകളായി മാറരുത്. എന്തിനും ദുനിയാവിന് പിറകെ നടക്കുന്ന ആളുകളായി മാറരുത്. ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബുൻ വഗദൻ ഹിസാബുൻ വലാ അമലുൻ, ഇന്നത്തെ ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ്, പ്രതിഫലമില്ല. അത് നാളെയാണ്. റബ്ബിന്റെ അടുക്കലെത്തിയാൽ അവിടെ പ്രതിഫലം മാത്രമാണ്, അവിടെ കർമ്മം ചെയ്യാനുള്ള ഒരു അവസരമില്ല. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. അതേപോലെ നമ്മുടെ ആയുസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ചിന്തിച്ച്, എന്നെങ്കിലും റബ്ബെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണമെന്ന്. ദിനേന 5 നേരം നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹു നീ എനിക്ക് ഇആനത്ത്, സഹായം നൽകണേ. അലാ ദിക്രിക, നിന്നെ ദിക്ർ ചെയ്യാൻ, ഓർക്കാൻ. വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ. വ ഹുസ്നി ഇബാദതിക, ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ഒരു പ്രാർത്ഥന നമ്മൾ ജീവിതത്തിലുടനീളം അത് പ്രാവർത്തികമാക്കുക. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹി അയ്യുന്നാസി ഖൈറുൻ, പ്രവാചകരെ ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ മനുഷ്യൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലുഹു, അവന് ആയുസ് നീട്ടിക്കിട്ടി, വഹസുന അമലുഹു, ധാരാളം വർഷം ജീവിച്ചു എന്നുള്ളതല്ല, ആ ജീവിക്കുന്ന വർഷത്തിൽ അവൻ എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്തോ അവനാണ് ഏറ്റവും ഖൈറായ മനുഷ്യൻ. ഫയ്യുന്നാസി ഷർറുൻ, ജനങ്ങൾ ഏറ്റവും ഷർറായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന വസാഅ അമലുഹു, ധാരാളം വർഷം ജീവിച്ചു പക്ഷേ റബ്ബിന് വേണ്ടി അവനൊന്നും ചെയ്തിട്ടില്ല, മോശമായ പ്രവർത്തനങ്ങളാണ് ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് ആയുസ് നീട്ടിക്കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവെ നിന്നെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് കൂടി നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ മുൻഗാമികൾ അവർ മരണപ്പെടുന്ന വേളയിൽ അവർ കരയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കരയുന്നത്? അദ്ദേഹം ഇന്നമാ അബ്കി അലാ യസൂമ സ്വായിമൂന ലില്ലാഹി വലസ്തു ഫീഹിം, ധാരാളം ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നു പക്ഷേ എനിക്കതിനുള്ള ഒരു അവസരമില്ല. മരണവേളയിൽ അദ്ദേഹം കരയാൻ. എന്നിട്ട് വയുസല്ലിൽ മുസല്ലൂന വലസ്തു ഫീഹിം, നമസ്കരിക്കുന്നുണ്ട് ധാരാളം ആളുകൾ, അവരിൽ ഉൾപ്പെടാൻ എനിക്ക് സാധിക്കുന്നില്ല. വയദ്കുറു ദാക്കിറൂന വലസ്തു ഫീഹിം, അള്ളാഹുവിനെ ഓർക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവരിൽ ഉൾപ്പെടാൻ എനിക്ക് കാണുന്നില്ല. ഫദാലിക്കല്ലദീ അബ്കാനി, അതാണ് എന്നെ കരയിച്ചത് എന്ന് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിക്കുക, മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത്? ആ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പരിശോധിക്കുക, ഒരു രേഖ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്ത തിന്മകൾ എഴുതി വെക്കുക, മറ്റൊരു രേഖയിൽ നമ്മൾ ചെയ്ത നന്മകളും എഴുതി വെക്കുക. സ്വയം വിചാരണ നടത്തുക, നന്മയാണോ തിന്മയാണോ കൂടുതൽ എന്നുള്ളത്. തിന്മയാണ് എങ്കിൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, നന്മകൾ തിന്മയെ മയച്ചു കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇനി നന്മയാണ് കൂടുതലെങ്കിൽ അത് ഇനിയും വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ ദിവസങ്ങളും പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുകയും അതിനോടൊപ്പം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക? ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്,
ഞാൻ ധാരാളം തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഫഅഅരിദ് അലയ്യ മാ യകൂനു ലഹാ സാജിറൻ വമുസ്തൻഖിദ. ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറയാൻ 5 കാര്യങ്ങളുണ്ട്, അത് നിനക്ക് സാധിച്ചാൽ ആ തിന്മ നിനക്ക് ചെയ്യാമെന്ന്. 5 കാര്യങ്ങൾ, അത് നിനക്ക് സാധിച്ചാൽ ആ തിന്മയുമായി നിനക്ക് മുന്നോട്ട് പോകാം. എന്താണത്? അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, ഇദാ അറദ്ത അൻ തഅസില്ലാഹ തആല ഫലാ തഅകുൽ റിസ്ഖഹു. അള്ളാഹുവിനെ ധിക്കരിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ക്, ഉപജീവനം നീ ഭക്ഷിക്കരുത്. ആ മനുഷ്യൻ ചോദിക്കാണ്, ഫമിൻ ഐന ആക്കുൽ, എങ്കിൽ പിന്നെ ഞാൻ എന്താണ് കഴിക്കുക? വകുല്ലു മാഫിൽ അർദ് റിസ്ഖുഹു, ദുനിയാവിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ റിസ്ക്കാണല്ലോ. പണ്ഡിതൻ പറഞ്ഞു കൊടുക്കാണ്, പിന്നെ എങ്ങനെയാണ് റബ്ബിൻ നൽകുന്ന ഭക്ഷണം നീ കഴിച്ചുകൊണ്ട് പിന്നെ എങ്ങനെയാണ് നീ റബ്ബിനെ ധിക്കരിക്കുക? അദ്ദേഹത്തിന് അത് മനസ്സിലായി. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നത്, ഫൈദാ അറദ്ത തഅസിഹി ഫലാ തസ്കുൻ ശൈഅൻ മിൻ ബിലാദിഹി. റബ്ബിനെ ധിക്കരിക്കാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, തിന്മ ചെയ്യാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ റബ്ബിൻ്റെ ഭൂമിയിൽ നീ ജീവിക്കരുത് എന്നുള്ളത്. അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെ ഞാൻ എവിടെയാണ് ജീവിക്കേണ്ടത്? അർദുല്ലാഹി വാസിഅ, ഭൂമിയൊക്കെ അള്ളാഹുവിൻ്റെതാണല്ലോ. പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, റബ്ബിൻ്റെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് നീ ആ റബ്ബിനെ ധിക്കരിക്കുകയാണോ എന്നുള്ളത്. പിന്നെ മൂന്നാമത് പറഞ്ഞു കൊടുക്കുകയാണ്, നീ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ റബ്ബിൻ്റെ റിസ്ക് നീ വാങ്ങിക്കൊണ്ട് ഭക്ഷിച്ചുകൊണ്ട് റബ്ബ് നൽകിയ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് നീ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൻദുർ മൗദിഅൻ ലാ യറാക ഫീഹി ഫഅസിഹി ഫീഹി, റബ്ബ് കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് നീ തിന്മ ചെയ്യുക എന്നുള്ളത്. അപ്പോഴും ആ മനുഷ്യൻ ചോദിക്കാണ്, യാ ഇബ്രാഹിം മാ ഹാദാ, പണ്ഡിതനോട് ചോദിക്കുക, എന്താണിത്? വഹുവ യത്തലിഉ അലാ മാ ഫിസ്സറൈർ, എല്ലാം കാണുന്നവനാണ് റബ്ബ്, പിന്നെ എങ്ങനെയാണ് റബ്ബ് കാണാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് തിന്മ ചെയ്യാൻ സാധിക്കുക? പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതേപോലെ തന്നെയാണ് റബ്ബ് നൽകുന്ന ഭക്ഷണം നീ കഴിച്ച് റബ്ബിൻ്റെ ഭൂമിയിൽ നീ ജീവിച്ചുകൊണ്ട് റബ്ബ് എല്ലാം കാണുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കിയിട്ട് പിന്നെ എങ്ങനെയാണ് നീ തിന്മ ചെയ്യുന്നത്? നാലാമതായി പറഞ്ഞു, ഫൈദാ ജാഅക മലക്കുൽ മൗതി ലിയഖ്ബിദ റൂഹക ഫഖുൽ ലഹു അഖിർനി ഹത്താ അതൂബ തൗബതൻ നസൂഹ വഅമല സാലിഹ. മലക്കുൽ മൗത്ത് നിന്റെ അടുക്കൽ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നാൽ മലക്കിനോട് പറയാൻ സാധിക്കണം, എനിക്ക് കുറച്ച് സമയം തരണം, ഞാൻ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാമെന്ന്. മനുഷ്യൻ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ഒരു അവസരം മലക്ക് തരൂല. വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അവൻ്റെ സമയം എത്തിയാൽ ഒരു നിമിഷം പോലും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അവധി നൽകുകയില്ല. പണ്ഡിതൻ ചോദിക്കാണ്, പിന്നെ എങ്ങനെയാണ് നീ റബ്ബിനെ ധിക്കരിക്കുക? മലക്ക് വന്ന് നീ ധിക്കരിക്കുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് വന്ന് നിന്റെ റൂഹ് എടുക്കുന്നത് എങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? അഞ്ചാമതായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇദാ ജാഅക അസ്സബാനിയതു യൗമൽ ഖിയാമത്തി ലിയഖുദൂക ഇലൻ നാരി ഫലാ തദ്ഹബ് മഅഹും. സബാനിയത്തിൻ്റെ മലക്കുകൾ അന്ത്യനാളിൽ നിന്നെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നാൽ അവരോട് പറയുക, ഞാനില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നീ അവരുടെ കൂടെ ചെല്ലരുത്. ആ മനുഷ്യൻ പറയാണ്, അവരെന്നെ ക്ഷണിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. വല യഖ്ബലൂനി മിന്നി, ഞാൻ അങ്ങനെ ഒരു കാരണം പറഞ്ഞാൽ പോലും അവരത് സ്വീകരിക്കുകയില്ല. എന്നിട്ട് ഈ മനുഷ്യന് പണ്ഡിതനോട് പറയാണ്, മതി, ഞാൻ റബ്ബിൽ തൗബ ചെയ്ത് മടങ്ങുകയാണ്. ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ആ തൗബ ചെയ്ത് പിന്നെ മരിക്കുന്നത് വരെ അദ്ദേഹം തിന്മ ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തിന്മ ചെയ്യാൻ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ 5 കാര്യങ്ങൾ, റബ്ബിൻ്റെ റബ്ബ് നൽകുന്ന റിസ്ക് ഉപയോഗിച്ചുകൊണ്ട് റബ്ബിൻ്റെ നാട്ടിൽ ജീവിച്ചുകൊണ്ട് റബ്ബ് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും തിന്മ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കുക, എന്തായിരിക്കും ആ ഒരു അവസരത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നാഥ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.